ഹലോ പ്രിയ സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഒപ്റ്റിക്കൽ ഇല്യൂഷൻ ആർട്ടാണ് കേട്ടോ. അതിന് ഒരു പേപ്പറിൽ നമ്മൾ ഒരു പക്ഷിയുടെ ചിത്രമാണ് വരച്ചെടുക്കുന്നത്. അത് പെൻസിൽ കൊണ്ട് കറക്റ്റായിട്ട് വരച്ചെടുക്കുക. അതായത് പക്ഷിയുടെ 2 ചിറകും ഒരു ടൈലുമാണ് നമ്മൾ വരച്ചെടുക്കുന്നത്. അപ്പോൾ അത് പറക്കുന്ന രീതിയിലാണ് നമ്മൾ വരച്ചെടുക്കുന്നത്. 2 സൈഡിലുമായിട്ടാണ് വരയ്ക്കുന്നത്. ഒരു സൈഡിൽ ഒരു ചിറകും പിന്നെ അതിൻ്റെ ഒരു വാലും, അതുപോലെ മറ്റു സൈഡിലും ചിറകും ഒരു വാലും. എന്നിട്ട് നമ്മൾ വരച്ചതിൻ്റെ മൊത്തത്തിൽ കിട്ടുന്ന രീതിയിൽ ഒരു ബ്ലാക്ക് ചാർട്ട് പേപ്പർ വെച്ചിട്ട് നമ്മൾ അതിൽ വരച്ചതിനേക്കാളും കുറച്ച് എത്ര വേണ്ടെന്ന് വിചാരിച്ചാൽ അതിൻ്റെ അളവിനേക്കാളും കുറച്ച് ഹൈറ്റ് കൂട്ടിയിട്ട് നമ്മൾ ഒരു ഫ്രെയിമാക്കി വരച്ചെടുത്തിട്ട് അതിൻ്റെ ഉൾഭാഗം കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുള്ള ഭാഗങ്ങൾ നമ്മൾ വരച്ചെടുക്കുകയാണ്. ഏകദേശം ഇതുപോലെ 4 വരച്ചെടുക്കുക. ഇനി അതിൽ നമ്മൾ സെൻറ്റിമീറ്ററിൻ്റെ 0.5, 0.3 അങ്ങനെ അടയാളപ്പെടുത്തി കൊണ്ടുവരികയാണ്. ഒരു പേപ്പറിൽ അങ്ങനെ അടയാളപ്പെടുത്തിയിട്ട് നമ്മൾ ആ 0.3 വരുന്ന ഭാഗം കട്ട് ചെയ്ത് എടുക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ വരച്ചതിൽ കറക്റ്റായിട്ട് ഇതുപോലെ അടയാളപ്പെടുത്തി എടുക്കുന്നുണ്ട്. ഓരോ ഭാഗങ്ങളും കറക്റ്റായിട്ട് നമ്മൾ അടയാളപ്പെടുത്തും. എന്നിട്ട് 2 സൈഡിലും അടയാളപ്പെടുത്തിയിട്ട് സ്കെയിലെടുത്തിട്ട് തെർമോക്കോൾ കട്ട് ചെയ്യുന്ന ആ നൈഫ് വെച്ചിട്ട് നമ്മളത് കട്ട് ചെയ്തെടുക്കുകയാണ്. ആദ്യം ആ ലൈനിൽ കറക്റ്റ് വരച്ചെടുക്കുന്നത്. എന്നിട്ട് അതിൻ്റെ ആ ചെറിയ ഭാഗം വരുന്നത് നമ്മൾ ഓരോന്നായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ആർട്ടിൻ്റെ പേര് ഒപ്റ്റിക്കൽ ഇല്യൂഷൻ ആർട്ട് എന്നാണ് കേട്ടോ. ഇത് നമുക്ക് ഏത് രീതിയിലും ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഇത് ഫുള്ളായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് ഏകദേശം ഇതുപോലെ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ആ വരച്ച ചിത്രത്തിൽ വെച്ചിട്ട് ഒരു സൈഡിൽ നമ്മൾ ഒരു ചിറകും അതിൻ്റെ വാലുമാണ് ഉള്ളത്. അത് ചിത്രത്തിൽ കാണാം. എന്നിട്ട് ആ ചിറകും വാലും കറക്റ്റ് കിട്ടുന്ന രീതിയിൽ നമ്മളിത് ഇളകാത്ത രീതിയിൽ ഉറപ്പിച്ചിട്ട് അതിൻ്റെ ഈ ബ്ലാക്ക് വരാത്ത ഭാഗം മാർക്കയിൽ നമുക്ക് കാണാം. അവിടെ ബ്ലാക്ക് പെയിൻറ്റോ മാർക്കർ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഈ സ്കെച്ച് പെൻ ആയാലും മതി, എന്ത് ചെയ്തിട്ടാണെങ്കിലും അത് ഇളകാത്ത രീതിയിൽ മാർക്ക് ചെയ്തെടുക്കുക. അതായത് നല്ല തിക്കായിട്ട് നമ്മൾ അത് പെയിൻറ്റ് ചെയ്തെടുക്കുക. ആ വര ഇവിടെ കാണും. അതങ്ങനെ കറക്റ്റ് ഇളകാത്ത രീതിയിൽ മേളത്തെ ചിറക് പിന്നെ താഴെ വാല് ഒരു ഭാഗം നമ്മൾ ചെയ്തെടുത്ത് ഇനി അത് ഒന്ന് നീക്കി വെച്ചിട്ട് അങ്ങനെ നീക്കി വയ്ക്കുമ്പോൾ കവറിങ് ആവും. അത് വിസിബിൾ അല്ലാത്ത രീതിയിൽ കറക്റ്റായിട്ട് പൊസിഷൻ നോക്കി വെച്ചിട്ട് ഓപ്പോസിറ്റ് സൈഡും നമ്മൾ അതുപോലെ പെയിൻറ്റ് ചെയ്തെടുക്കുകയാണ്. ഏകദേശം മൊത്തത്തിൽ തന്നെ പെയിൻറ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ സെൻറ്റർ ഭാഗത്തിൽ ഇതെടുത്ത് മാറ്റിയതിന് ശേഷം മൊത്തത്തിൽ ഇപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. അത് 2 സൈഡ്. ഇനി ആ സെൻറ്റർ ഭാഗം വരുന്ന ഭാഗമില്ലേ, കുക്ക് വരുന്ന ഭാഗം, അവിടെ നമ്മൾ കറക്റ്റായിട്ട് പോയിൻ്റ് ചെയ്തിട്ട് ഒന്നാകെ പെയിൻറ്റ് ചെയ്തെടുക്കുക. ഈ രൂപത്തിലാണ് നമുക്കിത് മൊത്തത്തിൽ കിട്ടുക. ഇത്രേ ഉള്ളൂ നമ്മുടെ സംഭവം. ഇത് ഏത് രീതിയിലും നമുക്ക് ചെയ്തെടുക്കാം. ഇതുപോലെ കിട്ടിയിട്ട് ഇനി നമ്മൾ ഉണ്ടാക്കിയെടുത്ത ആ ഫ്രെയിം വെച്ചിട്ട് അത് കറക്റ്റ് നീക്കി കൊടുക്കുമ്പോൾ കണ്ടില്ലേ, നല്ല ഭംഗിയില്ലേ. അത് പറക്കുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ ഇല്യൂഷൻ ആർട്ട് ഇഷ്ടപ്പെട്ടാൽ
കൂട്ടുകാർ കമൻറ്റിലൂടെ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക.